ഹായ്, വെൽക്കം ടു കോമക്സ് ട്യൂട്ടോറിയൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു വാട്ട് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ്, അതുപോലെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ നീഡ് എന്താണ്, പ്രിൻസിപ്പിൾസ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ് ഇല്ലേ. അപ്പോൾ സാധാരണ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളി കോർപ്പറേറ്റ് ഗവേണൻസ് എന്നാൽ ഒരു കോർപ്പറേറ്റ് ബോഡിയെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഗവേൺ ചെയ്യുക എന്നതാണ്. ഇപ്പോൾ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഒക്കെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള എത്തിക്സും അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസിയും ഒക്കെ ഉറപ്പ് വരുത്തിയിട്ട് ബെറ്റർ ഗവേണൻസ് ചെയ്യുന്നതിനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും ഒക്കെ ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ കമ്പനികൾക്ക് എന്ത് ചെയ്യണം, കുറച്ച് റിക്വയർമെൻറ്റ്സ് എന്ത് ചെയ്യേണ്ടി വരും, ഫോളോ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലോസ് 49 ടു ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്. ഓക്കെ, കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ട് ക്ലോസ് 49 എന്തൊക്കെ ലിസ്റ്റിംഗ് എഗ്രിമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനി, ഏതൊരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനി ആയിക്കോട്ടെ, ആ കമ്പനി ക്ലോസ് 49 ലിസ്റ്റിംഗ് എഗ്രിമെൻ്റ് എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്തിട്ടുള്ള ക്ലോസ് 49 മെൻഷൻ ചെയ്തിട്ടുള്ള റിക്വയർമെൻറ്റ്സ് അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഓക്കെ, ഈ ക്ലോസ് 49 മാൻഡേറ്ററി ആയിട്ടുള്ളതുണ്ട്, നോൺ മാൻഡേറ്ററി ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ മാൻഡേറ്ററി റിക്വയർമെൻറ്റ്. മാൻഡേറ്ററി റിക്വയർമെൻറ്റിൽ കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് റിക്വയർമെൻ്റ് ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്ടേഴ്സിൻ്റെ ഒരു ബോഡിയാണ്. നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആവും. അപ്പോൾ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുള്ള കോമ്പോസിഷൻ, എത്ര ആൾക്കാരാണ്, എങ്ങനെയൊക്കെയാണ് ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വേണ്ടതെന്നുള്ളത് ഈ ക്ലോസ് 49 പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞത് ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് അറ്റ്ലീസ്റ്റ് 1 വിമൺ ഡയറക്ടർ. അപ്പോൾ ഒരു വിമൺ ഡയറക്ടർ എന്തായാലും വേണം. ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടറിൻ്റെയും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറിൻ്റെയും ഒരു ഒപ്റ്റിമം കോമ്പിനേഷൻ. അപ്പോൾ അതിൽ പറയുന്ന വേറെ പോയിന്റ് 50% ഓഫ് ഡയറക്ടർ ഷാൽ ബി നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. മൊത്തം ബോർഡിൻ്റെ 50% പേരും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കണം, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കണം. ഓക്കെ, then minimum 50% of board should be independent if the chairman of the board is executive director. ബോർഡിൻ്റെ ചെയർമാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ മിനിമം 50% ഡയറക്ടേഴ്സും ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരിക്കണം. ഓക്കെ, ഇനി ബോർഡിൻ്റെ ചെയർമാൻ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ മിനിമം 1/3 ഓഫ് ദി ഡയറക്ടർ ഷുഡ് ബി ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. ഓക്കെ, നെക്സ്റ്റ് അവരുടെ ഡയറക്ടേഴ്സിൻ്റെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ക്ലോസ് ആണ്. അവരുടെ റെമ്യൂണറേഷനൊക്കെ ഫിക്സ് ചെയ്യുന്നത്, കോമ്പൻസേഷൻ റെമ്യൂണറേഷനൊക്കെ ഫിക്സ് ചെയ്യുന്നത് ബോർഡാണ്. ഓക്കെ, ദെൻ ബോർഡിൻ്റെ പ്രൊസീജിയർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ ബോർഡ് ഷാൾ മീറ്റ് അറ്റ്ലീസ്റ്റ് 4 times ഇൻ എ ഇയർ. ബോർഡ് മീറ്റിങ്ങിൽ നമ്മൾ ഓൾറെഡി ബോർഡ് മീറ്റിങ്ങിലൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, അതന്നെ ഇവിടെ വീണ്ടും വന്നിട്ടുള്ളത്. ബോർഡ് മീറ്റിംഗ് ഒരു വർഷത്തിൽ മിനിമം 4 വട്ടം എന്ത് ചെയ്യണം, കണ്ടക്ട് ചെയ്യണം. അതിൽ 2 ബോർഡ് മീറ്റിങ്ങിൻ്റെയും തമ്മിലുള്ള ഗ്യാപ്പ് 3 മാസത്തേക്കാൾ എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല. ഓക്കെ, ദ ഡയറക്ടർ ഷാൽ നോട്ട് ബി എ മെമ്പർ ഇൻ മോർ ദാൻ 10 കമ്മിറ്റി. ഒരു ഡയറക്ടർ 10 കമ്മിറ്റിയിൽ, മോർ ദാൻ 10 കമ്മിറ്റിയിൽ മെമ്പർ ആവാൻ പറ്റില്ല. അതുപോലെ തന്നെ അല്ലെങ്കിൽ ആക്ട് ആസ് എ ചെയർമാൻ ഓഫ് മോർ ദാൻ 5 കമ്മിറ്റി. 5 കമ്മിറ്റിയേക്കാൾ കൂടുതൽ, 5 കമ്മിറ്റിയിൽ മിനിമം 5 കമ്മിറ്റിയിൽ വരെ എന്ത് ചെയ്യാം, ഒരു ഡയറക്ടറിന് എന്താ ചെയ്യാം, ചെയർമാൻ ആകാം. ഓക്കെ, അപ്പോൾ അതിൽ കൂടുതൽ കമ്മിറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയർമാൻ ആവാൻ പറ്റില്ല. അതുപോലെ തന്നെ 10 കമ്മിറ്റിയിൽ ഒരു ഡയറക്ടറിന് എന്താവാനും പാടില്ല, മെമ്പർ ആകാനും പാടില്ല. ദെൻ ദ ബോർഡ് ലേഡ് ഡൗൺ എ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ ഓൾ മെമ്പേഴ്സ് ആൻഡ് സീനിയർ മാനേജ്മെന്റ് ഓഫ് ദി കമ്പനി ആൻഡ് ഇറ്റ് ഷാൾ ബി പോസ്റ്റ് ഓൺ ദി
വെബ്സൈറ്റ് ഓഫ് ദി കമ്പനി. അപ്പോൾ കോഡ് ഓഫ് കണ്ടക്ട്, കമ്പനിയുടെ കോഡ് ഓഫ് കണ്ടക്ട്, കമ്പനി എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ളൊരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാകും. അത് കമ്പനീസ് ആക്ടിൽ ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്. അത് സീനിയർ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, അതേപോലെ മെമ്പേഴ്സിന് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അത് കമ്പനിയുടെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യണം, പോസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു എന്താണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഒക്കെ പറഞ്ഞു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് എന്താ പറയുക, ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോസസ് ഇൻഡെപ്ത് നോളജ് അബൌട്ട് ദി കമ്പനി. അവർക്ക് ഇൻഡെപ്ത് കമ്പനിയെ കുറിച്ചിട്ടുള്ള നല്ല നോളജ് ഉണ്ടാകും. അതുപോലെ തന്നെ അവരൊരു ടേക്ക് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, ഡേ ടു ഡേ ആക്ടിവിറ്റിയിലൊക്കെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകും. പിന്നെ അതേപോലെ അവരുടെ അവർക്കൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ്, കമ്പനിയുമായിട്ടുള്ള ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടാകും. അങ്ങനെയുള്ളവരാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുക. എക്സാമ്പിൾ മാനേജിംഗ് ഡയറക്ടർ, ഓൾ ടൈം ഡയറക്ടർ ഒക്കെ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഈ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കമ്പനിയിൽ എംപ്ലോയ്മെൻ്റ് ഇല്ല. അതുപോലെ തന്നെ ഒരു ഇൻറ്റിമേറ്റ് കണക്ഷന് എന്നും കമ്പനിയുമായിട്ടുള്ളൊരു ഇൻറ്റിമേറ്റ് കണക്ഷൻ ഒന്നും ആ ഡയറക്ടേഴ്സിന് ഉണ്ടാകില്ല. ഫോർ എക്സാമ്പിൾ നോമിനി ഡയറക്ടർ ആൻഡ് പ്രൊഫഷണൽ ഡയറക്ടറൊക്കെയാണ് ഈ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. ദെൻ അടുത്തൊരു ടേം വന്നതാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആരാണ്? ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിനുള്ള കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഇറ്റ്സ് എ പേഴ്സൺ ഓഫ് 21 years or more. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിന് 21 വയസ്സോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വേണം. ഹു പോസസ് ഇൻറ്റഗ്രിറ്റി ആൻഡ് റെലവൻറ്റ് എക്സ്പെർട്ടൈസ് ഇൻ ബോർഡ്സ് വ്യൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ഒരാളെ എക്സ്പെർട്ടൈസ് ആണ്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ എക്കണോമിക്കുമായിട്ട് എക്സ്പെർട്ടൈസ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യും, ഒരു ഡയറക്ടറായിട്ട് നിയോഗിക്കാം. ഈസ് നൈദർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നോർ എ നോമിനി ഡയറക്ടർ. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറും അല്ല, നോമിനി ഡയറക്ടറും ആവാൻ പാടില്ല, നോമിനി ഡയറക്ടറും അല്ല. ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു എനി പ്രൊമോട്ടർ. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ നിയോഗിക്കുന്ന ആള്, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പ്രൊമോട്ടറുമായിട്ട് എന്തില്ല, ഒരു റിലേഷനും ഇല്ല. അതേപോലെ കമ്പനിയുടെ ഡയറക്ടേഴ്സുമായിട്ടും ഇനി ആ നേരിട്ടുള്ള അല്ലെങ്കിൽ ഹോൾഡിംഗ് ആണ്, സബ്സിഡറി ആണെങ്കിൽ അസോസിയേറ്റ് കമ്പനിയുടെ ഡയറക്ടറുമായിട്ടോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഹോൾഡിംഗ് സബ്സിഡറി അസോസിയേറ്റ് കമ്പനിയുടെ ഡയറക്ടർമാരുമായിട്ടുള്ള ഒരു റിലേഷനൊന്നും എന്തുണ്ടാവില്ല, പാടില്ല. ഓക്കെ, അപ്പാർട്ട് ഫ്രം റിസീവിംഗ് സിറ്റിംഗ് ഫീ ഓർ ഡയറക്ടേഴ്സ് റെമുനറേഷൻ ഹി ഡസ് നോട്ട് ഹാവ് ഓർ ഹാഡ് any material pecuniary relation with the company and holding subsidiary, associate or their promoter, director in current year and previous 2 years. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെമുനറേഷൻ വാങ്ങുക, അതേപോലെ സിറ്റിംഗ് ഫീയും ഇതൊഴികെ വേറെ ഒരു മെറ്റീരിയൽ പെക്യുനറി റിലേഷൻഷിപ്പും കമ്പനിയുമായിട്ടോ, കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയുമായിട്ടോ, സബ്സിഡറി കമ്പനിയുമായിട്ടോ, അസോസിയേറ്റ് കമ്പനിയുമായിട്ടോ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സുമായിട്ടോ കറന്റ് ഇയറിലോ അല്ലെങ്കിൽ കറന്റ് ഇയറിലും അതുപോലെ തന്നെ പ്രീവിയസ് 2 ഇയറിലും ഒരു റിലേഷനും ഒരു ട്രാൻസാക്ഷനും റിലേഷൻഷിപ്പും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ആൻഡ് ഹീസ് റിലേറ്റീവ് നോട്ട് എ മെറ്റീരിയൽ സപ്ലയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കമ്പനിയുടെ ഒരു മെറ്റീരിയൽ സപ്ലയർ ആവാൻ പാടില്ല, ആൻഡ് കസ്റ്റമർ ആവാൻ പാടില്ല, സർവീസ് പ്രൊവൈഡർ ആവാനും പാടില്ല, ലെസ്സർ ഓർ ലെസ്സി ഓഫ് ദി കമ്പനി. ഓക്കെ, ദെൻ a person shall not serve as an independent director of more than 7 listed companies. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർക്ക് 7 ലിസ്റ്റഡ് കമ്പനിയേക്കാൾ കൂടുതൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് സർവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ രണ്ടാമത്തതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ആൻഡ് സെക്കൻഡ് ഓഡിറ്റ് കമ്മിറ്റി. അപ്പോൾ കോമ്പോസിഷൻ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റിയിൽ ആരൊക്കെയാണ് എന്നുള്ളതാണ്. ഓഡിറ്റ് കമ്മിറ്റി ഷുഡ് ഹാവ് മിനിമം 3 ഡയറക്ടേഴ്സ്. അപ്പോൾ മിനിമം എത്ര വേണം? 3 ഡയറക്ടേഴ്സ് വേണം. ആൻഡ് ആ 3 മൊത്തം ഡയറക്ടേഴ്സിൽ 2 ഓഫ് ദം ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, മൊത്തം ഡയറക്ടേഴ്സിൻ്റെ 2/3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം ഏതിൽ? ഓഡിറ്റ് കമ്മിറ്റിയിൽ. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ്, ചെയർമാൻ ഓഡിറ്റ് കമ്മിറ്റി ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ഓഡിറ്റ് കമ്മിറ്റീൻ്റെ ചെയർമാൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം.
and he should present at annual general meeting. Okay, directors should be financially literate. At least one of them should have accounting or financial management expertise. ഡയറക്ടേഴ്സിന് ഫിനാൻഷ്യലുമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ എന്താ പറയുക കമ്മിറ്റിയിൽ ഒരു മെമ്പറിന് ഒരു ഡയറക്ടറിന് ഒരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എക്സ്പെർട്ടൈസ് ആയിരിക്കണം. ആൻഡ് കമ്പനി സെക്രട്ടറി ടു ആക്ട് ആസ് എ സെക്രട്ടറി ടു മീറ്റിംഗ്. അപ്പോൾ ഈ ഓഡിറ്റ് കമ്മിറ്റിയുടെ മീറ്റിങ്ങിൽ കമ്പനി സെക്രട്ടറിയാണ് സെക്രട്ടറിയുടെ ആ പോസ്റ്റ് ഇതാക്കുക. ഓക്കെ, ദെൻ മീറ്റിംഗ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റിൻ്റെ അണ്ടറിൽ വരുന്ന സബ് പോയിന്റാണ് മീറ്റിംഗ് ഓഫ് ഓഡിറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഓഡിറ്റ് കമ്മിറ്റിൻ്റെ വെക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഓഡിറ്റ് കമ്മിറ്റി ഷുഡ് മീറ്റ് അറ്റ്ലീസ്റ്റ് 4 times in a year വിത്ത് മാക്സിമം ഗ്യാപ്പ് ഓഫ് 4 months. അപ്പോൾ ഒരു വർഷത്തിൽ 4 വട്ടം എന്ത് ചെയ്യാം, മീറ്റിംഗ് വെക്കണം. പക്ഷേ 2 മീറ്റിംഗ് തമ്മിലുള്ള ഗ്യാപ്പ് 4 months കൂടാൻ പാടില്ല. കോറം ഈസ് 2 independent director. കോറത്തിൽ മിനിമം 2 independent director വേണം. വിത്ത് മിനിമം 1/3 ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. മൊത്തം കമ്മിറ്റിയുടെ 1/3 എന്തായിരിക്കണം, പ്രസന്റ് ആയിരിക്കും വേണം. എന്നാലാണ് കോറം എന്താവുള്ളൂ, ഫുൾ ആവുള്ളൂ. ഓക്കെ, ദെൻ പവേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. പവേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. ഓഡിറ്റ് കമ്മിറ്റിന്റെ പവേഴ്സ് എന്താണെന്നാണ്. ഓഡിറ്റ് കമ്മിറ്റി ക്യാൻ ഇൻവെസ്റ്റിഗേറ്റ് എനി മാറ്റർ within its terms of reference and can seek information from any employee and can take legal or professional advice from outsider and when required. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ടേംസ് ഓഫ് റെഫറൻസുമായിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, എംപ്ലോയീസിൽ നിന്ന് ഇൻഫർമേഷൻ സീക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും ലീഗൽ അഡ്വൈസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ അഡ്വൈസ് ഔട്ട്സൈഡിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, ഓഡിറ്റ് കമ്മിറ്റിക്ക് സീക്ക് ചെയ്യാം. ഓക്കെ, then next, റോൾ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. റോൾ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി ഒരുപാടുണ്ട്. റോൾ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി എന്നാൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് റോൾസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, എൻഷുറിങ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, സഫിഷ്യൻറ്റ് ആൻഡ് ക്രെഡിബിൾ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കറക്റ്റ് ആണോ, സഫിഷ്യൻ്റ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് പേയ്മെൻറ്റ് ടു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ. അപ്പോൾ അപ്രൂവിങ് പേയ്മെൻറ്റ് ടു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ and for any other service rendered by the statutory auditor. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിന് വേണ്ടിയിട്ടുള്ള പേയ്മെൻ്റ് ഒക്കെ അപ്രൂവ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ റിവ്യൂയിങ് വിത്ത് മാനേജ്മെൻറ്റ് ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ സബ്മിഷൻ ഓഫ് ദി ബോർഡ് ഫോർ അപ്രൂവൽ. റിവ്യൂയിങ് വിത്ത് ദ മാനേജ്മെൻറ്റ് ക്വാർട്ടർലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ സബ്മിഷൻ ടു ദി ബോർഡ് അപ്രൂവൽ. ആൻഡ് reviewing with the management performance of statutory and internal auditor, adequacy of internal control system, and recommending to the board appointment and a reappointment, replacement or removal of the statutory auditor and fixation of audit fee. Okay, and a discussion with the statutory auditor before audit commence. Then carrying out any other functions is mentioned in the term of reference to the audit committee. ഒരുപാട് റോൾ ഉണ്ട് ഓഡിറ്റ് കമ്മിറ്റി. മെയിനായിട്ട് റിവ്യൂ ചെയ്യുക, എല്ലാ കാര്യങ്ങളും റിവ്യൂ ചെയ്യുക, അത് എൻഷുർ വരുത്തുക, അതേപോലെ തന്നെ ഡിസ്കസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഓഡിറ്റ് കമ്മിറ്റിയുടെ പവേഴ്സ്. ഓക്കെ, റോൾസ്. ദെൻ നെക്സ്റ്റ് വൺ, നോമിനേഷൻ. നെക്സ്റ്റ് ക്ലോസ് 49 നെക്സ്റ്റ് പോയിന്റ് ആണ് നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി. അപ്പോൾ ബോർഡ് ഷുഡ് അപ്പോയിന്റ് സച്ച് കമ്മിറ്റി ഓഫ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് which should have minimum 3 directors with 1/3 of them independent. Chairman of the committee should independent director. അപ്പോൾ ഈ ബോർഡിലേക്ക് നോമിനേഷൻ ചെയ്യുകയും അവർക്കുള്ള റെമ്യൂണറേഷൻ എങ്ങനെയാണെന്ന്, ബോർഡ് ഷുഡ് അപ്പോയിന്റ് സച്ച് കമ്മിറ്റി ഓഫ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. എത്ര? മിനിമം 3 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് വേണം. അതുപോലെ തന്നെ മൊത്തം ഡയറക്ടേഴ്സിൻ്റെ 1/3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം.
ആൻഡ് ചെയർമാൻ ഓഫ് ദി കമ്മിറ്റി ആരായിരിക്കണം? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. ഓക്കെ, ദ ക്ലോസ് 49 ഒരു നെക്സ്റ്റ് പോയിന്റ് ആണ് സബ്സിഡിയറി കമ്പനി. ഓക്കെ, അറ്റ്ലീസ്റ്റ് വൺ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഓഫ് ഹോൾഡിംഗ് കമ്പനി ഷുഡ് ബി ഓൺ ദി ബോർഡ് ഓഫ് മെറ്റീരിയൽ നോൺ ലിസ്റ്റഡ് ഇന്ത്യൻ സബ്സിഡിയറി കമ്പനി. ഈ ഹോൾഡിംഗ് കമ്പനി, അപ്പോൾ ഈ കമ്പനിയുടെ ഇപ്പോൾ ഒരു ഹോൾഡിംഗ് കമ്പനി അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഓഫ് ഹോൾഡിംഗ് കമ്പനി. അപ്പോൾ ഹോൾഡിംഗ് കമ്പനിയുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഈ സബ്സിഡിയറി കമ്പനി നോൺ ലിസ്റ്റഡ് അൺലിസ്റ്റഡ് ആയിട്ടുള്ള സബ്സിഡിയറി കമ്പനിൻ്റെ ബോർഡ് മീറ്റിങ്ങിൽ ബോർഡ് ഓഫ് ഡയറക്ടറിൽ ഒരു മെമ്പർ ആയിരിക്കണം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റ് കമ്പനിയിൽ ഹോൾഡിംഗ് കമ്പനിയിൽ ഒരു ഡയറക്ടർ, സബ്സിഡിയറി കമ്പനിയിൽ ഒരു ഡയറക്ടർ ആകും മിനിമം. ഓക്കെ, ദെൻ ഓഡിറ്റ് കമ്മിറ്റി ഷുഡ് റിവ്യൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് സബ്സിഡിയറി കമ്പനി എസ്പെഷ്യലി ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ അൺലിസ്റ്റഡ് സബ്സിഡിയറി കമ്പനി. അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റി എന്ത് ചെയ്യണം? ആ സബ്സിഡിയറി കമ്മിറ്റിയുടെ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും മെയിനായിട്ട് റിവ്യൂ ചെയ്തത് അൺലിസ്റ്റഡ് ആയിട്ടുള്ള നോൺ ലിസ്റ്റഡ് ആയിട്ടുള്ള സബ്സിഡിയറി കമ്പനിയുടെ, ഇപ്പം നോൺ ലിസ്റ്റഡ് ആയിട്ടുള്ള സബ്സിഡിയറി കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുക? റിവ്യൂ ചെയ്യാം. Then minutes of the board meeting of unlisted subsidiary should be placed in the board meeting of holding company. അപ്പോൾ ഹോൾഡിംഗ് കമ്പനിയുടെ മീറ്റിങ്ങിൽ സബ്സിഡിയറി കമ്പനിയുടെ അൺലിസ്റ്റഡ് ആയിട്ടുള്ള സബ്സിഡിയറി കമ്പനിയുടെ മിനിറ്റ്സ് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ബോർഡ് മീറ്റിങ്ങിൽ എന്തൊക്കെയാണ്, ആൻഡ് ഓഡിറ്റ് കമ്മിറ്റിയിലുള്ളതും അതുപോലെ തന്നെ നോമിനേഷൻ ആൻഡ് റെമുനറേഷൻ കമ്മിറ്റി ആൻഡ് സബ്സിഡിയറി കമ്പനി. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്തത്. ബാക്കി മാൻഡേറ്ററി റിക്വയർമെൻറ്റിൽ നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.